നമസ്കാരം, ഞാൻ അനീഷ്. ഫ്ലേവേഴ്സ് ഓഫ് ഹെവന്റെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഫിഷിന്റെ റെസിപ്പിയാണ്. നല്ലൊരു ഹെൽത്തി ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. നമുക്ക് ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ക്രീം ഡോറി ഫിഷാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് ഫിഷ് വേണമെങ്കിലും ഈ ഒരു റെസിപ്പിയിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഫിഷ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ ചോപ്പ് ചെയ്ത വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും അതേപോലെ തന്നെ 1 ടീസ്പൂൺ ഇംഗ്ലീഷ് പാർസലി 2 ടീസ്പൂൺ ചില്ലി സോസും കൂടി ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് നല്ല എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രഷ് റെഡ് ചില്ലി ചോപ്പ് ചെയ്ത് 2 ടീസ്പൂൺ, അതേപോലെ തന്നെ അതിലോട്ട് ഒറിഗാനോ, ഇതൊരു കോണ്ടിനെൻ്റൽ ഹെർബ്സ് ആണ്, നമുക്ക് ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയാകും. അതിലോട്ട് അല്പം ഒലിവ് ഓയിലും 1 ലെമണിൻ്റെ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊരു മെക്സിക്കൻ സ്റ്റൈൽ മാരിനേഷൻ ആണ് ഇന്നിവിടെ ഞാൻ കാണിക്കുന്നത്. അതേപോലെ തന്നെ 600 ഗ്രാം ഫിഷിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് മസാല കൂട്ടും കുറയ്ക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് ഫിഷിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫിഷിൻ്റെ എല്ലാ സൈഡിലും ഇതേപോലെ നമുക്ക് മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം മിനിമം 1 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കണം. ഓവർനൈറ്റ് വയ്ക്കണമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. നല്ലൊരു ഭംഗിയാണ് ഈ ഫിഷിൻ്റെ ഒരു മാരിനേഷൻ കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ റെഡ് ചില്ലിയും പാർസലിയും അതേപോലെ തന്നെ ചില്ലി ഫ്ലേക്സും സോസും എല്ലാം കൂടി. ഇനി നമുക്ക് 1 മണിക്കൂർ ഫ്രിഡ്ജിനകത്തേക്ക് വയ്ക്കാം. ഞാനിവിടെ ഓവനിലാണ് ഗ്രില്ല് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓവൻ ഇല്ലാന്ന് പറഞ്ഞാൽ നമുക്ക് തവയിൽ ഗ്രില്ല് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. ഞാൻ ഇതേപോലെ ഒരു ബേക്കിംഗ് ട്രേയിലോട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം നമ്മുടെ ഫിഷ് അതിലോട്ട് പ്ലേസ് ചെയ്തിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ള മസാല എല്ലാ സൈഡിലും ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓവൻ 150 ഡിഗ്രി ടെമ്പറേച്ചറിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഫിഷ് നമ്മുടെ ഫിഷ് ഗ്രില്ലായി വരുമ്പോഴേക്കും നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾ തയ്യാറാക്കണം. അപ്പൊ ഞാനിവിടെ വെജിറ്റബിൾ എടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, ബീൻസ്, അതേപോലെ തന്നെ ബ്രോക്കോളി, അതേപോലെ തന്നെ ബേബി കോൺ. ഇത്രയും സാധനങ്ങൾ നമുക്കൊരു ഹാഫ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ഒന്ന് ബോയിൽ ചെയ്തിടുക. അപ്പോൾ തിളച്ച വെള്ളത്തിലോട്ടാണ് ഞാനിവിടെ ക്യാരറ്റും ബീൻസും ബേബി കോണും ഇട്ട് കൊടുത്തിരിക്കുന്നത്. വെജിറ്റബിൾ ഒരു ഹാഫ് കുക്ക് ആയതിനു ശേഷം അതിലോട്ട് ലാസ്റ്റ് ബ്രോക്കോളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുക. അതുപോലെ വെജിറ്റബിൾ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുക. ഇനി നമുക്കൊരു പാൻ വെച്ചതിന് ശേഷം അതിലോട്ട് അല്പം ഓയിലോ ബട്ടറോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിലോട്ട് അല്പം വെളുത്തുള്ളിയും അല്പം പാർസലിയും അതേപോലെ തന്നെ ലേശം ഒറിഗാനോയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച വെജിറ്റബിളും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് സാൾട്ട് കൂടി ഇട്ട് കൊടുക്കുക. അതിലോട്ട് നമുക്ക് അല്പം ചില്ലി ഫ്ലേക്സ് കൂടി എരിവിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് ഗ്രില്ലായോ എന്നുള്ളത് നോക്കാം. നമ്മുടെ സാൽമൺ ഗ്രില്ലായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് നേരെ ഒരു പ്ലേറ്റിലോട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫിഷ് എങ്ങനെയാണ് സെർവ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പ്ലേറ്റ് എടുത്തതിന് ശേഷം നമ്മുടെ വെജിറ്റബിൾ അതിൻ്റെ ബേസായിട്ട് വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലിലായിട്ട് നമുക്ക് നമ്മുടെ ഗ്രില്ല് ചെയ്ത ഫിഷ് കൂടി വെച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് അല്പം ടൊമാറ്റോ സൽസയൊക്കെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ടൊമാറ്റോ സൽസ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ടൊമാറ്റോ സൽസയുടെ റെസിപ്പി, ഒരു ടൊമാറ്റോയുടെ സ്കിന്ന് ചോപ്പ് ചെയ്തെടുക്കുക. ബാക്കിയുള്ള ഭാഗം പേസ്റ്റ് ചെയ്തിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്യുക. അതിലോട്ട് ഗ്രീൻ ചില്ലിയും പാർസലിയും അതേപോലെ തന്നെ അല്പം വിനേഗറും സാൾട്ടും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താണ്. നമ്മുടെ ഈ ഫിഷിന് നല്ലൊരു കോമ്പിനേഷനാണ് ടൊമാറ്റോ സൽസ. അപ്പോൾ നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഹെൽത്തി ഡിഷാണ്. വെജിറ്റബിളും അതേപോലെ തന്നെ ഫിഷും, നമ്മൾ റൈസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു രീതിയിൽ ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഫിഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം.
അപ്പോൾ അടുത്ത പുതിയ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.